നമ്മൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കോൺഫിഡൻസ് അത് സംസ്ഥാനം മുഴുവൻ BJP കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും എന്തും സംഭവിക്കുക എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അല്ലാതെ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം ഈ പൊതുസമൂഹത്തിനും ഭയങ്കരമായൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ബിക്കോസ് ഒരു എന്താ പറയുന്നത്, നൈതികമായൊരു രാഷ്ട്രീയക്കാരനല്ലാതെ ഒരു ടെക്നോക്രാറ്റ് കാറ്റഗറിയിൽ നിന്ന് വന്ന് കേരളത്തിൻ്റെ വിൽ ആൻഡ് പ്ലഷർ ഉൾക്കൊണ്ടുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് അത് റേഡിയേറ്റ് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നു. അതൊരു പ്രോസസ്സാണ്. ദാറ്റ് പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്. നൗ എവരിബഡി ഈസ് വെയിറ്റിംഗ് ടു കാസ്റ്റ് ദെയർ വോട്ട്. ആ സിറ്റുവേഷനിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ. അതെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കാർക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അധികാരത്തിൽ വരുന്നു, നല്ല പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ദാറ്റ് വാസ് ഹാപ്പൻഡ്. സോ എൻ്റെ സ്റ്റേറ്റ് ഐ ആം എക്സ്പെക്ടിങ് എ റാൻഡം ചേഞ്ച്. വെരി 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 ഫ്രൂട്ട്ഫുൾ ഔട്ട്കം വിൽ കം. നമുക്കതിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുള്ള അല്ലെങ്കിൽ UDFനകത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുള്ള മുന്നണിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അപ്പുറത്ത് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിൽ നിൽക്കുമ്പോൾ നിരവധി ആളുകൾ, ഇപ്പോൾ ഈ കേസിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം എന്താണ്, വെറുതെ ഒരു മത്സരം മാത്രമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. കാരണം എന്തു വന്നാലും KC വേണുഗോപാൽ അല്ലെങ്കിൽ KC വേണുഗോപാൽ നിശ്ചയിക്കുന്ന ഒരാൾ മാത്രമേ ആ സ്ഥാനത്തേക്ക് വരുള്ളൂ എന്നൊരു സെറ്റപ്പിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? ഈ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. കാരണം KC വേണുഗോപാൽ 42 വർഷം ആയിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരാൾ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു ഭാഷാ പ്രയോഗം ഒരിക്കലും ഉപയോഗിക്കരുത്. അദ്ദേഹം തന്നെയാണ് ആ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇതൊരു ക്രമാനുഗതമായ ഒരു 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 മുന്നോട്ട് പോകാണ്. KC വേണുഗോപാലിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇന്ന് ഡയറി എഴുതുകയാണെങ്കിൽ 2026 ഫെബ്രുവരി മാസം 13-ാം തീയതിയിലത്തെ ഡേറ്റ് അല്ലേ എഴുതണം. അദ്ദേഹം 2027 ഫെബ്രുവരി 13, ഒരു വർഷത്തെ മുന്നേ നേരത്തെ എഴുതി മാറ്റി വെച്ചിരിക്കുക. ഇന്നെന്ത് ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ വർഷം എഴുതി വെച്ചിരിക്കുക. അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലെ KPCC പുനഃസംഘടന. നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പോസ്റ്റുണ്ട് KPCCയിൽ. വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളെന്നുള്ളതാണ്, ആണല്ലോ അർത്ഥം. 3 പേരാണുള്ളത്. ഒന്ന് AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP, PC വിഷ്ണുനാഥ് MLA. ഒരു വർക്കും ഇല്ലാതെ നടക്കുന്ന ഒരുപാട് പ്രസിഡന്റുമാരോ വൈസ് പ്രസിഡന്റുമാരോ അല്ലാത്ത ഇവരെക്കാളിലൊക്കെ കഴിവുള്ള ആളുകളുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ജോബാണ്. ഒരു MLAക്കും ഒരു MPക്കും എങ്ങനെ ഒരു ഫുൾ ടൈം വർക്കറാകാൻ പറ്റും? അപ്പോൾ അവർക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസിയോടെ നീതി പുലർത്താൻ പറ്റുമോ? അതോ രാവിലെ ഇപ്പോൾ വടകര ഇരുന്നിട്ട് വൈകിട്ട് KPCC ഓഫീസിൽ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിൽക്കുമോ? അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഡേ ടു ഡേ അഫയേഴ്സ് ഇൻവോൾവ് ആകാൻ പറ്റുമോ? വർക്കിംഗ് പ്രസിഡന്റ് എന്നാണ് അത്. അപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള ഒരാളിനെ അവിടെ വെക്കില്ല. വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് പുറത്തേക്കാണ്, അവരെ വെക്കത്തില്ല. MP ആയിട്ട് MLA ആയിട്ടുള്ളവരെ കണിശമായി 3 പേരും, 2 പേര് MLA, ഒരാൾ MP ആണ്. അവർക്ക് എന്ത് വർക്ക് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ആഴ്ച 2 ദിവസമെങ്കിലും അവർക്ക് അവരുടെ നിയമമണ്ഡലത്തിൽ പോകണ്ടേ? ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ആ ദിവസങ്ങളിൽ അവർക്ക് കോൺസ്റ്റിറ്റ്യുവൻസി കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ ഈ KPCC എന്ന് പറയുന്ന ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എങ്ങനെ ചലിപ്പിക്കാൻ പറ്റും? ഒരു ഘടകം. രണ്ടാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായി. VD സതീശൻ ഒരു നിലപാടെടുത്തു, ആരോപണം വന്നാൽ അപ്പോൾ ഒഴിവാക്കുക. അതിൻ്റെ പ്രീ ക്വാളിഫിക്കേഷനിലേക്കോ അതിൻ്റെ ഒരു മുൻകാല പ്രാബല്യത്തിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ആരോപണങ്ങൾ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പല ദേശീയ നേതാക്കളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ല, വീട്ടിലത്തെ രാഷ്ട്രീയത്തിൽ പോലും കാണത്തില്ല. അതിവിടെ ആ സബ്ജക്റ്റിലേക്ക് വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകും.
തൊട്ട് രണ്ടാമത് എത്ര വോട്ട് കിട്ടുന്നു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആകും. പ്രസിഡന്റിന് എന്തെങ്കിലും കാരണവശാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആകും. കേരളം അടുത്ത് കണ്ട ഏറ്റവും രൂക്ഷമായ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പായിരുന്നു. 90 വയസ്സുള്ള മുതിർന്ന കോൺഗ്രസ്സുകാരനടക്കം 15 വയസ്സുള്ള KSUകാരനടക്കം ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് 2 വോട്ടർക്ക് വേണ്ടിയിട്ട് 2 പാനലിന് വോട്ട് പിടിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി. ഒരു വിഭാഗത്തിന് രമേശ് ചെന്നിത്തലയാണ് നേതൃത്വം കൊടുത്തത്. അബിൻ വർക്കി, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് അബിൻ വർക്കിയായിരുന്നു. KC വേണുഗോപാലിൻ്റെയും ബാക്കിയുള്ളവരുടെയും കൂടെ സംയുക്തമായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. രാഹുൽ വന്ന് എക്സിറ്റഡായി. അപ്പോൾ സ്വാഭാവികമായും അബിൻ വർക്കിയാണല്ലോ വരേണ്ടത്. അബിൻ വർക്കിയെ നോമിനേറ്റ് ചെയ്യണമെന്ന് ഇവിടുന്ന് KPCC പ്രസിഡന്റും KPCC ഭാരവാഹികളും ബാക്കിയുള്ള സീനിയർ ലീഡേഴ്സ് എല്ലാം AICCക്ക് റിക്വസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷെ അവിടെ പേരടിച്ചു വന്നപ്പോൾ ഞാൻ ചെറുപ്പക്കാരനെ അധിക്ഷേപിച്ച് പറയുന്നതല്ല, എനിക്ക് പേര് കിട്ടുന്നില്ല. പേര് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു പൊളിറ്റിക്കൽ എന്താ പറയുന്നത്, ആ ഒരു പേര് കിട്ടാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണ്ടേ, എന്തെങ്കിലും ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ രണഭൂമിയിലൂടെ കടന്നു വരണ്ടേ, കിട്ടുന്നില്ല. അധ്യക്ഷനായതിനു ശേഷമെങ്കിലും ചെയ്യണമായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷേ KC വേണുഗോപാലിൻ്റെ കണ്ടുപിടുത്തമാണ് ഈ പയ്യൻ മതി വെച്ചു. എല്ലാവരും പഞ്ചപച്ചോടെ. രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ഒന്ന് റിവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹമെങ്കിലും റിവേർട്ട് ചെയ്യണ്ടേ? അദ്ദേഹം കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലാക്കിയില്ലേ, റോഡിലിറങ്ങിയെന്ന് യുദ്ധം ചെയ്തില്ലേ, 2 ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ച് ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. പരിണത ഫലം എന്താണ്? ഈ സാധനം ഇല്ലാതാകുക. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം സംസ്ഥാനത്ത് മൊത്തത്തിലില്ല, ജില്ലയിലില്ല, ബ്ലോക്കിലില്ല, വാർഡിലില്ല, പഞ്ചായത്തിലില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ പ്രസ്ഥാനത്തോട് ചെയ്ത ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സേവനമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ്, ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ അദ്ദേഹം പിടിച്ചെടുക്കുകയാണ്, സംഘടന പിടിച്ചെടുക്കുകയാണ്. വൈസ് പ്രസിഡന്റുമാരെ വെച്ച് എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറയാം. കഴിഞ്ഞ മറൈൻ ഡ്രൈവിലെ മീറ്റിങ്ങിൽ, രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മറൈൻ ഡ്രൈവിലെ മീറ്റിങ്ങിൽ KPCC ഭാരവാഹികളായിട്ടുള്ള ജനറൽ സെക്രട്ടറി 10-70 പേരുണ്ട്. ജനറൽ സെക്രട്ടറിമാരോ വൈസ് പ്രസിഡന്റുമാരോ ആരെയും സ്റ്റേജിൽ കയറ്റിയില്ല. അവർക്കൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഏക ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ സ്റ്റേജിൽ കയറി ഇരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പാസ് ഇഷ്യൂ ചെയ്തില്ല. ഇവർ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആലപ്പുഴ ബോട്ട് ക്ലബ്ബിൽ, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് പോയിട്ടുണ്ടോ? ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മൈക്ക് ലൂക്കിന് കൈമാറും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മൈക്ക് തോമസിന് കൈമാറും. അതേപോലെ ആ സ്റ്റേജിൽ ഒരു വൈസ് പ്രസിഡന്റ് ഒരു വൈസ് വർക്കിംഗ് പ്രസിഡന്റ്, ഒരു വർക്കിംഗ് പ്രസിഡന്റ് വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് കൈമാറും, അടുത്ത വർക്കിംഗ് പ്രസിഡന്റ് വേറൊരു വർക്കിംഗ്, ഈ 3 പേരുടെ കയ്യിൽ കിടന്നിട്ട് ഇതിങ്ങനെ കളിക്കുകയാണ്. ഇത് ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻ്റാണ്. പാർട്ടി പിടിച്ചെടുക്കുക, എടുത്തു, സംഘടന പിടിച്ചെടുത്തു, ASU പിടിച്ചെടുത്തു, യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തു, KPCC പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ വിശ്വസത എല്ലാ സ്ഥലത്തിനും വെച്ച് ഇനി ലാൻഡ് ചെയ്താൽ മതി. ലാൻഡ് ചെയ്യാനായിട്ട് UDFൻ്റെ MLA-മാരും കൂടെ വേണ്ടേ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് വീട്ടിൽ പോയി ചായ കുടിച്ച് ഉറങ്ങാന്നുള്ള വേറെ സംഭവിക്കത്തില്ലല്ലോ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ താങ്കൾ BJP എന്നൊരു പാർട്ടി, സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ഇത്രയധികം അസ്വാരസ്യങ്ങളുണ്ട്. BJPയിലേക്ക് നേതാക്കന്മാർ വരുമ്പോൾ അതിനെ ചിലർ വിമർശിക്കാറുണ്ട്. അതായത് BJP ചാക്കിൽ പണവുമായി നടക്കുന്നു, പണം കൊടുത്ത് MLA-മാരെ വാങ്ങുന്നു, നേതാക്കന്മാരെ വാങ്ങുന്നു, അധികാര വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ താങ്കൾ ആ ഒരു വിമർശകരുടെ ഇടയിൽ BJPയിലേക്ക് വരുമ്പോൾ എന്താണ് BJPയിൽ താങ്കളെ ആകർഷിച്ചത്? വളരെ പ്രസക്തമായ ചോദ്യം. ഞാനൊരു ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർജിയുമായി എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ, വളരെ ക്ലോസ്ലി ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം സാധാരണ ഒരു പാർട്ടിയിലേക്ക് വരുന്ന ഒരാളിനോട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ എന്നോട് ചോദിച്ചു, വാട്ട് യു ആർ ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ പറഞ്ഞു, ഞാൻ BJPയിലേക്ക് വരുന്നത് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചും അതിനുശേഷം പിന്നീടുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ പക്ഷേ ഫോർ ദ ടൈം ബീയിങ് നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പോർക്കളം ആലപ്പുഴയാണ്. ആ ആലപ്പുഴ ജില്ലയിൽ ഞാനൊരു മുദ്രാവാക്യം ഉയർത്തും. ആ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ആലപ്പുഴ എന്നുള്ളതായിരിക്കും. 60 ദിവസത്തെ എൻ്റെ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ
ആലപ്പുഴയിലെ 9 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിലോ UDF ചിഹ്നത്തിലോ മത്സരിക്കുന്ന ഒരാൾ പോലും കേരളത്തിലെ അസംബ്ലിയിൽ വോട്ട് ചെയ്യാനായിട്ട് വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശക്തി പകരുവാനുള്ള പാർട്ടി, ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹം 2 കൈകളും നീട്ടി അത് സ്വീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളായി ഞാൻ മുന്നോട്ട് പോകുക. ആ ഒരു രീതിയിലാണ് ചുമതല സംസ്ഥാന സമിതിയിലേക്ക് വന്നത്. അപ്പോൾ താങ്കൾ ദേശീയ നേതാക്കളെ അടക്കം കണ്ടിരുന്നു, ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അല്ല, അത് എനിക്ക് ദേശീയ നേതാക്കളെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഞാൻ ജോയിൻ ചെയ്യുന്ന 2 ദിവസത്തിനുള്ളിൽ നാഷണൽ പ്രസിഡന്റ് എറണാകുളത്ത് വരികയുണ്ടായി. അപ്പോൾ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ളവർ എനിക്ക് മെസ്സേജ് തന്നു, എറണാകുളത്ത് എത്തണം. അങ്ങനെ ചെന്നു. ഒരു വളരെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ നാഷണൽ പ്രസിഡൻറ്റുമായിട്ടും ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചാർജുള്ള കേരളത്തിന് പുറത്തുള്ള മോസ്റ്റ് സീനിയർ ലീഡേഴ്സുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ നടത്താനുള്ള ഒരവസരം വളരെ പെട്ടെന്ന്, കാരണം ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ BJPയിൽ ജോയിൻ ചെയ്യുന്നതും നാഷണൽ പ്രസിഡന്റ് എൻ്റെ നെക്സ്റ്റ് ഡേ കേരളത്തിൽ അവൈലബിൾ ആയതും കൊണ്ട് സംഭവിച്ചാണ്. ബട്ട് ഇറ്റ് വാസ് വെരി പ്രൊഡക്റ്റീവ്. ഞാൻ പറയുന്ന അവർക്ക് ഉൾക്കൊള്ളാനും അവർ പറയുന്ന എനിക്ക് ഉൾക്കൊള്ളുവാനുള്ള ഒരു മെൻ്റൽ ഋതത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വിത്തിൻ ഷോർട്ട് ടൈം. ഓക്കെ. അപ്പം എന്തായാലും ആലപ്പുഴ ജില്ല BJP നേരത്തെ തന്നെ ആലപ്പുഴ ജില്ലയിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി BJPക്ക് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ അതുമായി താങ്കളുടെ ഒരു പ്ലാൻ ഒത്തുപോകുന്നതാണോ, അല്ലെങ്കിൽ താങ്കൾ അതിനകത്ത് വല്ല മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഒരു മാറ്റവും നിർദ്ദേശിക്കേണ്ട, അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു ഒരു ഫ്രെയിം വർക്കാണ് അത് ചെയ്തിരിക്കുന്നത്. ആ മൂവ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. നത്തിങ് എന്താ പറയുന്നത്, ഒരു പുതിയ കണ്ടെത്തലുകളോ പുതിയ ഫോർമുലയുടെ റിക്വയർമെൻറ്റ് അവിടെ ഇല്ല. ഇറ്റ്സ് ഓൾറെഡി സെറ്റാണ്. അതിൽ കയറുക, യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ സെല്ലിൻ്റെ ചെയർമാൻ എന്ന സ്ഥാനത്ത് നിന്ന് BJPയിലേക്ക് വരുമ്പോൾ BJP നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇതുവരെ അതിൻ്റേതായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പാർട്ടി ഭരിക്കാൻ താങ്കൾ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, BJPയിലേക്ക് പോകുന്നതിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ കൊള്ളാൻ പോകാത്ത ഇടമായി ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ താങ്കൾ ഈ കാണുന്ന BJPയുടെ രാഷ്ട്രീയ ഭാവി, അല്ലെങ്കിൽ BJPയിൽ താങ്കൾക്കുള്ള ഭാവി, അതൊക്കെ എന്തായിരിക്കും? അല്ല, താങ്കൾ ഈ ഭാവി എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിക്കിപ്പോൾ ഈ മാസം, അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് 60 വയസ്സാകും. 60 വയസ്സുള്ള ആളുടെ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാക്ഡൊണാൾഡ്സിൻ്റെ മുതലാളി 80 വയസ്സിലാണ് ലോകം അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ലീലാകൃഷ്ണൻ നായർ 60 വയസ്സിലാണ് വ്യവസായം തുടങ്ങിയെന്ന് പറയുന്നത് പോലെ അല്ല ഞാനിതിനെ കാണുന്നു. ഞാനൊരു മിഷനായിട്ടാണ് കാണുന്നത്. 40 വർഷം, എൻ്റെ 40-42 വർഷം ജീവിതത്തിൻ്റെ നല്ല വസന്തങ്ങൾ ഇതിനു വേണ്ടി ബാഷ്പീകരിച്ചതിൻ്റെ തിക്തഫലം കിട്ടുകയാണെന്നുള്ള നിലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ അവസാന താണിയടിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ദാറ്റ് ഈസ് ഓൺലി മിഷൻ വിച്ച് ഐ ആം കീപ്പിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന എന്നോ പിരിച്ചുവിടേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് കേരള സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകുന്ന വിഷലപ്തമായ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് PD സതീശൊക്കെ പല പ്രസംഗങ്ങളും പറയാറുണ്ട്, ഇവിടെ കുട്ടികളെല്ലാം വിദേശത്ത് പോകും. ആരാ ഉത്തരവാദി? ഞാനടങ്ങിയിരുന്ന UDFും എതിർവശത്തുള്ള LDFും അല്ലേ ഈ കേരളത്തിലെ യുവജനങ്ങൾ മുഴുവൻ മുന്നോട്ട് ഇവിടുന്ന് പറന്നു പോകാനുള്ള കാരണം. അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരണം. കേരളം എന്ന് പറയുന്ന സുന്ദരമായ സംസ്ഥാനത്ത് സമാധാനത്തോടുകൂടി തൊഴിൽ ചെയ്ത് അന്തസ്സോടുകൂടിയുള്ള വരുമാനത്തോടുകൂടി ജീവിക്കുവാനുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഭൗതികമായിട്ടുള്ള വികസനത്തിലൂടെ ഇവിടെയും തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്കയിൽ തൊഴിൽ ചെയ്യുന്നത് പോലെ, UK തൊഴിൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ കാനഡയിൽ ജോലി ചെയ്യുന്നത് പോലെ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് സുഭിക്ഷമായി സ്വസ്ഥമായി വായു ശ്വസിച്ചുകൊണ്ട് രക്ഷകർത്താക്കളോടൊപ്പം കുട്ടികളോടൊപ്പം സ്നേഹവും സന്തോഷവുമായ ഒരു നാളത്തെ കേരളം, അത് ഇന്ത്യക്ക് മാത്രമേ പ്രദാനം ചെയ്യാൻ പറ്റൂ. കാരണം ദർ ഇസ് എ വിഷണറി ലീഡർ ഇൻ ഡൽഹി. ഇന്ത്യ നയിക്കുന്ന മഹാനായ മനുഷ്യൻ്റെ വിഷണറിയെ കേരളം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അന്തരങ്ങളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് കിട്ടിയോ അന്ന് അദ്ദേഹം ഒരു തീരുമാനത്തിലാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകും. അതെ. സോ ദാറ്റ് മിഷൻ ഹീസ് ഓൾറെഡി ലോഞ്ച്ഡ്. ആ ലോഞ്ചിങ്ങിൻ്റെ പുറകെ നമ്മൾ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ.
ഈ തിരുവനന്തപുരം വിജയം അത്രമാത്രം ഒരു നാഴികക്കല്ലാണ് അല്ലേ BJP യെ സംബന്ധിച്ചിടത്തോളം? കാരണം ഇപ്പോൾ 42 തിരുവനന്തപുരത്ത് വർഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ എല്ലാവിധമായ സാമ്പത്തിക സ്വരുക്കൂട്ടലിൻ്റെയും ഒരു സോഴ്സ് ഓഫ് ഇൻകമായി കണ്ടിരുന്ന തിരുവനന്തപുരത്തിലെ കോർപ്പറേഷൻ അത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അല്ല. അത് പിടിച്ചെടുത്തില്ലേ? പിടിച്ചെടുക്കുന്ന ആരെങ്കിലും വിചാരിച്ചിരുന്നോ? രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു വിഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പ്രാപ്തമാണെന്നുണ്ടെങ്കിൽ he will be able to achieve his target in the state of Kerala that today or tomorrow India will rule this state. ഓക്കെ, Thank you. സർ. എന്തായാലും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചു. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.